ഇദ്ദേഹം ഒരു പ്രതിഭയല്ല, വിധിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുമല്ല. എന്നിട്ടും അദ്ദേഹം തന്റെ പേര് ചരിത്രത്തിൽ കുത്തിവെച്ചു. സമാധാനത്തിന്റെ സ്വപ്നം തന്റെ മുതുകിൽ വഹിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരേ സമയം വിഡ്ഢിയായി പരിഹസിക്കപ്പെടുകയും അതേസമയം തന്നെ ലെജൻഡറി സാനിനായി ഭയപ്പെടുകയും ചെയ്ത നാറൂട്ടോ യൂണിവേഴ്സിലെ തന്നെ ഒരു ഒന്നൊന്നര അധ്യാപകൻ. ലെജൻഡറി ആയിട്ടുള്ള തലമുറകളുടെ ഗോഡ്ഫാദർ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ വീരന്മാരുടെ വഴികാട്ടിയായും ഇദ്ദേഹത്തെ കാണാം. ഇദ്ദേഹം യുദ്ധം നടത്തി ഇതിഹാസങ്ങളെ പരിശീലിപ്പിച്ചു, വിധിയുടെ മുന്നിൽ ചിരിച്ചു. എന്നാൽ ലോകം തന്നെ ഇരുണ്ടപ്പോൾ നിരാശയ്ക്കെതിരെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോരാടിയത്. അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തിലും അദ്ദേഹം പുഞ്ചിരിച്ചു. കാരണം അടുത്ത തലമുറയിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ അദ്ദേഹത്തിന് അതിയായ വിശ്വാസമുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ഷാഡോകളിൽ നിന്ന് ഇതിഹാസങ്ങളുടെ താളുകളിലേക്ക് എഴുതപ്പെട്ട വിധിയെ തന്നെ ധിക്കരിച്ച ലെജൻഡറി സാനിൻസിൽ ഒരാളായ ടോഡ് സേജായും പെർവി സേജുമായും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദ ലെജൻഡറി ജിറായ ദ ഗാലന്റ്.